ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു മുട്ടക്കറിയാണ്. ചപ്പാത്തിയുടെ കൂടെയും പത്തിരിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന വറുത്തരച്ച് തയ്യാറാക്കിയ ഒരു മുട്ടക്കറി. അതിനായിട്ട് ഞാനിവിടെ 4 താറാവ് മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ചെറിയ സവാള സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 ഉരുളക്കിഴങ്ങും പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് കറിക്ക് ആവശ്യമായ തേങ്ങയൊക്കെ വറുത്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 ബൗൾ തേങ്ങാപ്പീര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തേങ്ങ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊരു പകുതി മൂപ്പായി വരുമ്പോഴേക്കും അതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, പിന്നെ എരിവിനാവശ്യമായ മുളക് പൊടി ഇത്രയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ പാകത്തിന് മൂപ്പായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ കൈ എടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ തേങ്ങ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതിപ്പോൾ പാകത്തിന് ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് എടുത്ത് മാറ്റി വയ്ക്കാം. ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കാം. ഇനി കറിയിലേക്ക് ആവശ്യമായ സവാള വഴറ്റിയെടുക്കാം. അതിനായിട്ട് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള നല്ല രീതിയിൽ വാടി വരുമ്പോഴേക്കും അതിലേക്ക് പച്ചമുളകും അതുപോലെ വേപ്പിലയും കൂടി ചേർത്ത് വീണ്ടും ഇതുപോലെ തന്നെ വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഒരു അരപ്പുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഈ അരപ്പ് തയ്യാറാക്കിയ മിക്സി ജാറിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിനൊരു തിള വന്ന് തുടങ്ങുമ്പോഴേക്കും നമുക്കിതിലേക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഉരുളക്കിഴങ്ങ് ഉടഞ്ഞു പോകാത്ത രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ടയുണ്ടല്ലോ, അത് ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി മുട്ട നമുക്ക് ഈ ഗ്രേവിയിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ സമയത്ത് വേണമെങ്കിൽ ഇതിലേക്ക് കുരുമുളക് പൊടിയോ മല്ലിയിലയോ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിതൊന്നും ചേർക്കുന്നില്ല. അങ്ങനെ വറുത്തരച്ച മുട്ടക്കറി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ. മാത്രമല്ല ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.